ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തമിഴിൽ കണ്ടിട്ടുണ്ടാവും. നമുക്ക് അതിൽ താരം വരുന്നത് മുട്ടയാണ്. എന്നത് താരം മുട്ടയാണ്. അപ്പോൾ നമ്മൾ ഹെയർ പാക്ക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ അതായത് ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയറിലേക്ക്, അതായത് എൻ്റെ ഈ ഒരു ടൈപ്പ് ഹെയറിലേക്കൊക്കെ ഈ മുട്ട എഗ്ഗ് വൈറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ചില ടൈമിൽ ഡ്രൈ ആയിട്ട് തോന്നും. നമുക്ക് കമന്റ് ബോക്സിൽ വന്നൊരു ക്വസ്റ്റ്യനും കൂടിയാണ്, അതും കൂടെ റിപ്ലൈ ചെയ്യാമെന്ന് കരുതി. അപ്പം ഞാൻ ഇന്ന് ഈ വീഡിയോ എടുക്കണം എന്ന് കരുതിയല്ല. അപ്പം അങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ട് ആയിരിക്കും അത് എന്തുകൊണ്ടാണ് നമുക്ക് അങ്ങനെ വരുന്നതെന്നുള്ളത്. അതിനൊരു റിപ്ലൈയും കൂടെ ആവും, പിന്നെ ആ ഏച്ചിക്ക് ഒരു സമാധാനവും കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പം എഗ്ഗ് കൂടുതലായിട്ട് പ്രിഫർ ചെയ്യുന്ന ആൾക്കാരുണ്ടാവും. ഡ്രൈ ആയിട്ടായാലും ഫ്രിസി ആയിട്ടുള്ള ഹെയർ ഒക്കെ കുറച്ചും കൂടി ഒന്ന് ഗ്രോത്ത് വെക്കാൻ വേണ്ടിയിട്ടും സ്കാൽപ്പ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ഓയിലി ടെക്സ്ചറൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ എഗ്ഗിൻ്റെ യെല്ലോ അപ്ലൈ ചെയ്യുന്ന ആളുകളുണ്ടാവും. ഇത് രണ്ടും നല്ലതാണ്, വൈറ്റും നല്ലതാണ്, യെല്ലോയും നല്ലതാണ്. അപ്പോൾ നമുക്കത് വിറ്റാമിൻസ് ആണെങ്കിലും അതുപോലെ തന്നെ കാൽസ്യം, അത് പിന്നെ വിറ്റാമിൻ സി, ബി ഇതൊക്കെ കിട്ടുന്നുണ്ട് നമുക്ക്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഭയങ്കര ഡാമേജ് ആയിട്ടുള്ള ഹെയർ ഒക്കെ ഉണ്ടാവുമല്ലോ, നമുക്ക് സ്കാൽപ്പ് മുതലേ ഡാമേജ് ആയിട്ട് കിടക്കുന്ന ഹെയർ ഒക്കെ ഉണ്ട്, അതൊക്കെ റെഡ്യൂസ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്, അത് കറക്റ്റ് ആക്കാൻ വേണ്ടിയിട്ടൊക്കെ ഈ ഒരു എഗ്ഗിൻ്റെ യെല്ലോനെ കൊണ്ട് കഴിയും. വൈറ്റിനെ കൊണ്ട് കഴിയില്ല എന്നല്ല, കുറച്ചും കൂടി നല്ലത്. നമ്മൾ സ്കിപ്പ് ചെയ്യുന്ന ഒരു സാധനം യെല്ലോ ആണ്. യെല്ലോ സ്കിപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഇതേപോലെ തന്നെ ഈ കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തെടുക്കാൻ വേണ്ടി കഴിയുന്നതാണ്. അപ്പോൾ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ഒന്നരാടം അവർ ഹെയർ പാക്ക് ആയിട്ട് അപ്ലൈ ചെയ്യുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മളെ ഈ ഹെയറിൻ്റെ കാര്യത്തിൽ, അതായത് ഫ്രിസി ഡ്രൈ ആയിട്ടുള്ള ഹെയറിൻ്റെ കാര്യത്തിൽ, മുട്ടേൻ്റെ കാര്യത്തിൽ കോഴി ഇവൻ കാരണം ഞാൻ കുറേ നേരം നിർത്തി വെച്ചിട്ട് 2-3 പ്രാവശ്യം ടേക്ക് എടുത്തിട്ടാണ് ഇപ്പോൾ തുടങ്ങുന്നത്. ഓക്കെ, അവൻ ഈ കരയിലായിരിക്കും. അപ്പം നമ്മൾ പറഞ്ഞതെന്ന് വെച്ചാൽ ചിക്കൻ ആക്കിയാലോ നോക്കുക. ഓക്കെ, നമ്മൾ ഈ ഒരു ഹെയർ പാക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഒരു ഫ്രിസി എന്തുവാ ഇത് സൺഡേ അതിനെ കൊണ്ടുള്ളൊരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. ഇത് എവിടെ നിന്നൊക്കെ ഇറങ്ങിപ്പോയതെന്ന് അറിയില്ല. ഡേ ടൈം ഒന്നും ഇങ്ങനത്തെ ഇഷ്യൂ ഉണ്ടാവില്ല. അല്ല, നോർമൽ ദിവസങ്ങളിലൊന്നും ഇങ്ങനത്തെ ഇഷ്യൂ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. അത് വേറെ എവിടെയെങ്കിലും പോലെയായിരിക്കും. ഞായറാഴ്ച പിടിക്കും ഇങ്ങോട്ട് വരുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഒരു കറക്റ്റ് ടൈം ഇങ്ങനെ തുടങ്ങുമ്പോൾ അപ്പോൾ തരുന്നുണ്ട്. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ ഈ ഒരു ഹെയർ പാക്ക് നമ്മൾ ഹെയറിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഫ്രിസി ഡ്രൈ ഒക്കെ ആയിട്ട് മാറുന്ന കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് നമ്മൾ കേളിയാണ്. ഓൾറെഡി നമ്മൾ ഭയങ്കര ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണ്, അതിൻ്റെ മുകളിലേക്കാണ് ഈ ഒരു ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളത് സിംഗിളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു ഇഷ്യൂ ആണ് എനിക്ക് തോന്നുന്നത്. എന്താ വെച്ചാൽ അങ്ങനെ വരുന്നതിനെ കൊണ്ടാണ് ഞാൻ അതിപ്പോൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതേപോലെ ഹെയറിൽ അപ്ലൈ ചെയ്യുമ്പോൾ അങ്ങനത്തെ ഒരു ഇഷ്യൂ വരുന്നില്ല. അപ്പോൾ ഞാൻ ഇതിലേക്ക് ഹണി ആഡ് ചെയ്യലുണ്ട്, ഒരു സ്പൂൺ ഹണി ആഡ് ചെയ്യലുണ്ട്. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ ഒരു എഗ്ഗും വൈറ്റും, യെല്ലോയും വൈറ്റും കൂടെ എടുത്തിട്ട് അതിലേക്ക് ഇതേപോലെ നല്ലോണം ബീറ്റ് ചെയ്യുക. അതിലേക്ക് ഒരു സ്പൂൺ ഹണിയും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലോണം സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്യുക. അപ്പോഴും കുറച്ച് തിക്കായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്താ വെച്ചാൽ അതിൽ കുറച്ച് ഇളം ചൂടുവെള്ളം, തണുത്ത വെള്ളം ആഡ് ചെയ്യേണ്ട, ഇളം ചൂടുവെള്ളം ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമ്മളെ ഹെയറിലും സ്കാൽപ്പിലൊക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളെ ഹെയർ ഗ്രോത്തിനാണെങ്കിലും നമ്മളെ ഒരു ഫ്രിസിനെസ് ഡ്രൈ ആയിട്ട് അതായത് നമ്മൾ മീൻസ് മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞാൽ ഒരു ഡ്രൈ ആയിട്ട് നിൽക്കുന്ന ഒരു ടൈം വരും. ആ ഒരു ഉണങ്ങി കഴിയുമ്പോഴാണ് നമ്മൾ മുടി അയ്യോ ഇത് തേച്ചിട്ടാണോ എന്നുള്ളൊരു അവസ്ഥ വരിക. ബട്ട് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ ഇത് നിങ്ങൾ സിംഗിളായിട്ട് അപ്ലൈ ചെയ്യുന്നതിനെ കൊണ്ടാവും. നിങ്ങൾ അഡീഷണൽ ആയിട്ട് അതിൻ്റെ ഒപ്പം എന്തെങ്കിലും ഒന്ന് ആഡ് ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെയുള്ള ഓപ്ഷൻ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിലേക്ക് പഴം ആഡ് ചെയ്യുക. പഴവും ഇതേപോലെ നമ്മളെ കാസ്റ്റർ ഓയിലും കൂടെ, ഹണി വേണ്ട, പഴവും കാസ്റ്റർ ഓയിലും അതിലേക്ക് ഈ ഒരു എഗ്ഗ് കൂടെ ആഡ് ചെയ്ത് നല്ല ബീറ്റ് ചെയ്യുക. നിങ്ങൾ മിക്സിയിലിട്ട് ബ്ലെൻഡ് ചെയ്യുകയോ ബീറ്റ് ചെയ്യുകയോ അങ്ങനെ എടുത്തിട്ട് നമ്മളെ ഹെയറിലും സ്കാൽപ്പിലും ഒക്കെ നല്ല രീതിയിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, നിങ്ങളൊരു 1/2 hour വെക്കുക, എന്നിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അത് ആഴ്ചയിൽ ഒരിക്കലും ചെയ്യുന്നത് നല്ലതാണ്. ഓർഡിനറി ഡേയ്സ് അല്ല പറയുന്നത്, ഒരിക്കലും ചെയ്യുന്നത് നല്ലതാണ്. അപ്പം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തു പോയിക്കോളൂ, അതൊന്നും പ്രശ്നമില്ല. ഹെയറിൽ ഈ എഗ്ഗ് സിംഗിളായിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു വിഷയം മാത്രമേ വരുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഷാമ്പു ഉപയോഗിക്കണം എന്ന് ഞാൻ പറയുന്നില്ല, നിങ്ങൾ കണ്ടീഷണർ അപ്ലൈ ചെയ്യണം. ഇതൊരു കണ്ടീഷണർ എഫക്റ്റ് തന്നെയാണ് നമുക്ക് ഈ ഒരു എഗ്ഗിന് വരുന്നത്. ബട്ട് എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ സ്മെല്ലൊന്ന് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഷാമ്പു തന്നെ നാച്ചുറൽ ആയിട്ട് കിട്ടുന്ന ഒന്നെങ്കിൽ താളി, അതേപോലെ നമുക്ക് എഗ്ഗിനെ കൊണ്ട് തന്നെ ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഓൾറെഡി നമ്മൾ എഗ്ഗ് തേച്ചതിനെ കൊണ്ട് നിങ്ങൾ എഗ്ഗിനെ കൊണ്ട് ആക്കി എടുക്കണ്ട. നിങ്ങൾ താളി ഇട്ടം വെച്ചിട്ട് വാഷ് ചെയ്തിട്ട് എന്ത് ചെയ്യുക വെച്ചാൽ കണ്ടീഷണർ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യുക. കണ്ടീഷണർ ലാസ്റ്റ് സ്റ്റെപ്പ് കണ്ടീഷണർ കൊണ്ട് അവസാനിപ്പിക്കുക. അപ്പോൾ എന്താ വെച്ചാൽ ആ ഒരു സ്മെല്ലും ചെറിയൊരു എഗ്ഗിനൊരു ചെറിയ സ്മെല്ല് ഉണ്ടാവും. അതുപോലെ ആ ഒരു ഡ്രൈനെസ് കുറച്ചും കൂടി ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു കണ്ടീഷണർ അപ്ലൈ ചെയ്യുന്നതിനെ കൊണ്ട് കഴിയും. അപ്പോൾ നിങ്ങൾ ഈ കാര്യം ശ്രദ്ധിക്കുക. എനിക്കിതിൽ പറയാൻ എനിക്ക് മനസ്സിലായ കാര്യം, ഞാൻ ചെയ്ത് നോക്കിയിട്ട് എനിക്ക് റിസൾട്ടുള്ള കാര്യം ഇതാണ്. സിംഗിളായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിൽ നല്ല ഡ്രൈ ആവും, ഭയങ്കര ഫ്രിസി ആയിട്ട് കിടക്കും. പിന്നെ കുറച്ച് അവിടെയൊക്കെ എഗ്ഗിൻ്റെ വൈറ്റൊക്കെ കളറൊക്കെ കാണുന്നൊരു ഇത് വന്നിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അഡീഷണൽ ആയിട്ട് എന്ത് ആഡ് ചെയ്തിട്ട്
ചെയ്തിട്ട് ചെയ്യുന്നതാണ് നല്ലത്. അപ്പോൾ ഈ രീതി ചെയ്യുകയാണെങ്കിൽ കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ അതുപോലെ ഒന്നും കൂടി പറഞ്ഞുതരാം, നിങ്ങൾക്ക് അഥവാ ഈ പെട്ടെന്ന് നരയൊക്കെ വരുമല്ലോ, അങ്ങനെ നരയൊക്കെ വരുന്ന ഒരു സ്റ്റേജ് ആണെങ്കിൽ നിങ്ങൾ ആഴ്ചയിൽ ഒരിക്കൽ ഒരു എഗ്ഗ്, അതിലേക്ക് നമ്മൾ തേങ്ങാപ്പാലും പിന്നെ നമ്മൾ തൈരും കൂടെ ആഡ് ചെയ്തിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്യുക. എന്നിട്ട് സ്കാൽപ്പിലും ഹെയറിലും മൊത്തത്തിൽ അത് കുറച്ച് വെള്ളം പോലെ ആവണം കേട്ടോ, നല്ല പേസ്റ്റ് ആവരുത്, കുറച്ച് വെള്ളം പോലെ ആയിട്ട് നല്ല രീതിയിൽ സ്കാൽപ്പിലൊക്കെ അപ്ലൈ ചെയ്തിട്ടാൽ നമുക്ക് ഈ നര വരുന്നത് കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പം ഈ അകാരനര എന്നൊക്കെ പറയില്ല, അതൊക്കെ ഒന്ന് കുറഞ്ഞു കിട്ടും. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. അപ്പോൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ നമ്മൾ പുതിയതായിട്ട് വന്ന എല്ലാ മെമ്പേഴ്സിനും ഹാപ്പി ടു വെൽക്കം ഫാമിലി. ഇതൊക്കെ ഞാൻ സ്റ്റാർട്ടിങ് പറയുന്ന കാര്യമായിരുന്നു. അപ്പം ഞാൻ ആ ഫ്ലോയിലും കൂടെ പോകുന്നപ്പോൾ അവസാനത്തേക്ക് ആയിപ്പോയതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.